സി.കെ. നായർ ട്രോഫിയിൽ കേരളത്തിന്റെ അടുത്ത 2 മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിനും മേഘാലയയ്ക്കുമെതിരെയുള്ള മത്സരത്തിൽ വരുൺ നായനാരാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ. ടൂർണമെന്റ് ഇനി കേരളത്തിന് 4 മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ ബാക്കിയുള്ളത്. ജമ്മു കാശ്മീർ, മേഘാലയ മത്സരം കൂടാതെ ഗോവ, ജാർഖണ്ഡ് എന്നീ ടീമുകൾക്കെതിരെയും കേരളത്തിന് മത്സരമുണ്ട്. ഇതിൽ മേഘാലയയ്ക്കെതിരെയുള്ള മത്സരമൊഴികെ ബാക്കി 3 മത്സരങ്ങളും നടക്കുന്നത് തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിലാണ്. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 3 മത്സരങ്ങളിൽ ഒരു തോൽവിയും 2 സമനിലയും മാത്രമാണ് കേരളത്തിനുള്ളത്. അതിനാൽ വിജയം തേടിയാണ് കേരളം ഇനിയുള്ള മത്സരങ്ങളിൽ ഇറങ്ങുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയം RCBയുടെ ഹോം ഗ്രൗണ്ടാവും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ IPL സീസണിൽ RCBയുടെ കിരീടനേട്ട ആഘോഷത്തിനിടയിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൻ ദുരന്തം സംഭവിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വിലക്കിയിരുന്നു. ഇതോടെ IPL പുതിയ സീസണിൽ RCBയുടെ ഹോം ഗ്രൗണ്ട് മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ IPL ആരംഭിക്കും മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെന്റ് കർണാടക ക്രിക്കറ്റ് ബോർഡിന് മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്താൻ അനുമതി നൽകിയതോടെ വളരെ നാളായി നീണ്ടുനിന്ന അനിശ്ചിതത്വം മാറിയിരിക്കുകയാണ്.